ഹലോ. ഇന്ന് പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശ്രീകുട്ടൻ അതുപോലെ തന്നെ കമഴ്ന്ന് നീന്തി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് വരുമ്പോഴത്തേനും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ എന്നാലോചിച്ച് തേരാപാര നടക്കുമായിരുന്നേ. അപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു സംഭവം പെട്ടത്. കാരണം ഇത് കുറച്ച് അധികം ദിവസമായി ഞാനിത് വാങ്ങി വെച്ചിട്ട് കേട്ടോ. 2 ബോട്ടിലുണ്ടായിരുന്നു. മിക്സഡ് സ്വീറ്റ്സ് ആണ്. അതിൽ 1.5 ബോട്ടിലോളം കഴിഞ്ഞു. ഇനി അര ബോട്ടിലേ ഉള്ളൂ. അത് ഞാൻ എന്ത് ചെയ്യാം, ലഡു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേനും കറണ്ട് പോയി. അത്രയ്ക്ക് ഉണ്ടായി ശരി. അപ്പോൾ ഞാൻ കുറച്ച് ആൽമണ്ട്സും കുറച്ച് കാഷ്യും കുറച്ച് പീനട്ടും അതുപോലെ ഈ സീഡ്സും എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് വറുത്തെടുത്തിട്ട് പൊടിക്കാൻ വരുമ്പോൾ നന്നായിട്ട് പൊടിയാവൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിട്ട്. അപ്പോഴത്തേനും തരുതരുന്നതിനുള്ള പൊടി കിട്ടും. അതിൽ എനിക്ക് ഇപ്രാവശ്യം ഈ ഈന്തപ്പഴം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതെടുത്തു. അതല്ലെങ്കിൽ ഞാൻ ശർക്കര എടുക്കാറുണ്ട് കേട്ടോ. ഒപ്പിക്കലാണല്ലോ, നമ്മളല്ലേ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും ഈ ഒരു പൊടിച്ച മിക്സും എല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് നെയ്യൊക്കെ കയ്യിലെത്തിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മുടെ ഈ ലഡു പരുവത്തിൽ ഇങ്ങനെ ബോളാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ സാധാരണ എപ്പോഴും ഇത് ഉണ്ടാക്കി കുറച്ച് ദിവസം ഇങ്ങനെ വെക്കും. അപ്പം അതും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. കണ്ണേട്ടൊന്നും ഇത് കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിലൊരു 6 6.5 ലഡു ഒക്കെ ഉണ്ടായിരുന്നു. കുറവാണ്, അതായത് കുറച്ചല്ലേ സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കുറവായിട്ടാണ് ഉണ്ടാക്കി. പിന്നെ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മുടിക്കും എല്ലാത്തിനും നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടാണ് അങ്ങനെ അതും സ്കൂളിൽ നിന്ന് വന്നിട്ട് അവൻ എക്സാം നടന്നുകൊണ്ടിരിക്കുവാണ്. അവനൊരു ലഡു എടുത്തു കഴിച്ചു. വലിയ എക്സ്പ്രഷനൊന്നുമില്ല, എങ്കിലും നന്നായിട്ടുണ്ട് പറഞ്ഞു കേട്ടോ.